ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺസി. ഇറ്റ്സ് മീ ജൂലിയ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു പ്ലേ ടു ഏൺ എയർ ഡ്രോപ്പ് ആണ്. ബ്ലാസ്റ്റ് റോയലി ഗെയിമിൻ്റെ പുതിയ എയർ ഡ്രോപ്പ് വന്നിട്ടുണ്ട്. ഗെയിം കളിക്കുന്നതിനനുസരിച്ച് നമുക്ക് ന്യൂബ് ടോക്കൺ കിട്ടും. ഈ ഒരു ടോക്കണാണ് നമുക്ക് ലിസ്റ്റ് ആകുമ്പോൾ പ്രോഫിറ്റ് ആയിട്ട് എടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ October 29 ആണ് ഇവരുടെ ലിസ്റ്റിംഗ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഈ ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് ഇതൊരു 7-day ഇവൻ്റ് ആണ്. 14-ാം തീയതി വരെ ഉള്ളൂ. 14-ാം തീയതി വരെ മാക്സിമം, അതായത് October 14 വരെ മാക്സിമം നിങ്ങൾ നന്നായി തന്നെ കളിക്കുക. ന്യൂബ് ടോക്കൺസ് എത്രത്തോളം കളക്ട് ചെയ്യുക അത്രത്തോളം കളക്ട് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി ബ്ലാസ്റ്റ് റോയലി ഗെയിം ഡൗൺലോഡ് ചെയ്യുക. അതല്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതുവഴിയും കയറി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇവിടെ അവരൊരു ട്യൂട്ടോറിയലുണ്ട്. ഈ ട്യൂട്ടോറിയലെല്ലാം നമ്മൾ അതുപോലെ തന്നെ ചെയ്യേണ്ടതാണ്. ആക്ച്വലി ഇതൊരു ഷൂട്ടിംഗ് ഗെയിമാണ്. ബുള്ളറ്റ് ലീഗും പബ്ജിയൊക്കെ കളിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ അറിയായിരിക്കും. ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് ഈ ഗെയിം എന്ന് പറയുന്നത്. രസമാണ് കളിക്കാനൊക്കെ. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ ഗെയിമൊക്കെ കളിക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തും തീർച്ചയായിട്ടും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പം ഈ ഗെയിം എന്ന് പറയുന്നത് നമ്മുടെ എനിമീനെ കാണുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് പോകുന്ന വഴികളിൽ നമുക്ക് വെപ്പൺസ് കിട്ടുന്നതായിരിക്കും. ഈ വെപ്പൺസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഗെയിം കളിക്കുന്നതിനിടയ്ക്ക് നമുക്ക് ന്യൂബ് ടോക്കൺസ് കിട്ടും. ഗെയിം കളിക്കുമ്പോൾ മാത്രമല്ല, കളിക്കുന്നതിനിടയ്ക്ക് ചെസ്റ്റുകൾ വരും. ഈ ചെസ്റ്റുകളിൽ നമുക്ക് ന്യൂബ് ടോക്കൺസ് ഉണ്ട്. അപ്പം അങ്ങനെയും നമുക്ക് ന്യൂബ് ടോക്കൺസ് എടുക്കാവുന്നതാണ്. അപ്പം ഇവിടെ ഒരു ട്യൂട്ടോറിയൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. സോ നെക്സ്റ്റ് കൊടുക്കാം. ഇനി ഇവിടെ നിങ്ങളുടെ ഒരു പേര് നിങ്ങൾ അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ പേര് കൊടുക്കുക. ഇനി പ്ലേ കൊടുക്കാം. ഓക്കെ, ഓപ്പണായി വരട്ടെ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് കളിച്ചു തുടങ്ങാം. അപ്പം നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ വെപ്പൺസ് കളക്ട് ചെയ്യുന്നത്. അതായത് ആ ഒരു സർക്കിളിനുള്ളിൽ പോയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ആ സർക്കിളിന് ചുറ്റും ഒരു ഗ്രീൻ കളർ ഇങ്ങനെ കറങ്ങി വരണം. അത് കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് വെപ്പൺസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വെപ്പൺസ് എടുത്തു. അതേപോലെ തന്നെ നമ്മൾ ഇത് കണ്ടോ, ഈ ഒരു യെല്ലോ, ഇത് ബുള്ളറ്റ്സ് ആണ്. നമ്മൾ ഒരു ഗൺ എടുത്താൽ മാത്രം പോരാ, ബുള്ളറ്റ് കൂടെ എടുത്താലേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ എനിമീനെ കാണുമെന്ന് വെടിവെക്കട്ടെ. ഓക്കെ, അപ്പം നമ്മളങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഒരു എന്താ പറയുക, ബൂസ്റ്റർ എന്നൊക്കെ പറയാം. ഒരു ബ്ലൂ കളർ ഞാനിപ്പോൾ ക്ലെയിം ചെയ്തത് എടുത്തത്. അപ്പോൾ ബൂസ്റ്റർ നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ ലൈഫിൻ്റെ മുമ്പായിട്ട് ഇപ്പം നമ്മൾ ആരെങ്കിലും ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം ഒരു ബൂസ്റ്റർ ആയിരിക്കും കുറയുക, ദെൻ മാത്രമേ നമ്മുടെ ലൈഫ് നഷ്ടപ്പെടുകയുള്ളൂ. അപ്പം ഈ ഒരു പ്ലസ് കാണുന്ന എല്ലാം ലൈഫാണ്. ഇപ്പോൾ ലൈഫ് എൻ്റെ ഫുള്ളാണ്, അതുകൊണ്ടാണ് നമുക്കത് എടുക്കാൻ പറ്റാത്തത്. ലൈഫ് നഷ്ടമാകുന്ന സമയത്ത്, കുറയുന്ന സമയത്ത് നമുക്ക് അത് എടുക്കാവുന്നതാണ്. ഓക്കെ, ചത്തില്ലേ ഒരു മിനിറ്റ്. ഓക്കെ, അവനെ നമ്മൾ കിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പോകുന്ന വഴികൾ ഇപ്പോൾ എൻ്റെ ലൈഫ് കുറവാണ്, അതുകൊണ്ട് ഞാൻ ലൈഫ് എടുക്കുകയാണ്. ഒന്നുകൂടെ എടുക്കട്ടെ. ഓക്കെ, ഇങ്ങനെ ലൈഫ് കുറയുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് പബ്ജിയിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഒരു സോണുണ്ട് ഇവിടെ. നമ്മൾ ബുള്ളറ്റ് ലീഗ് കളിച്ചപ്പോഴും സെയിം അതുപോലെ തന്നെയാണ്. സോണുണ്ട്. ആ ഒരു സർക്കിളിനുള്ളിൽ തന്നെ നിന്ന് തന്നെ നമ്മൾ കളിക്കണം, അല്ലെങ്കിൽ നമുക്ക് ലൈഫ് നഷ്ടപ്പെടും. നമ്മൾ അവിടെ ബ്ലാസ്റ്റ് ആവുകയും ചെയ്യും. ഓക്കെ, ഈ ഒരു വൈറ്റ് ലൈനാണ് സോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ മാപ്പ് എടുക്കുവാണെങ്കിൽ നമുക്ക് കാണാവുന്ന, ഈ സൈഡിലൊരു മാപ്പുണ്ട്, അതെടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ ഒരുത്തം വരുന്നുണ്ട്. മാപ്പിൽ ഞാൻ കാണുന്നത് ഇത് ആ ഒരു സർക്കിളാണ് സോൺ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അപ്പുറത്ത് റെഡ് കളറിലെ ഒരു സർക്കിളും കൂടെ ഉണ്ടാക്കി. ഈ റെഡിനുള്ളിൽ നമ്മൾ നിൽക്കണം. വൈറ്റിനുള്ളിലാണ് നിൽക്കേണ്ട സേഫ് സോൺ. വൈറ്റിന് പുറത്താണെങ്കിൽ എത്രയും പെട്ടെന്ന് വൈറ്റിനുള്ളിലേക്ക് വരണം. റെഡ് സോൺ, ആ ഒരു റെഡ് സോണിന് ഉള്ളിലായിട്ട് തന്നെ വരണം. റെഡിന് വെളിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. സോ സോണിനകത്തേക്ക് തന്നെ മാക്സിമം നമ്മൾ കയറി നിൽക്കുക. ഓക്കെ, സോണിനകത്തേക്ക് ഞാൻ വരുന്നുണ്ട്. അവനും ചത്തു. ഇത് വേറത്തെ. ഓക്കെ,
ഇതാ റെഡ് വരുവാണ്, നമ്മൾ അതിന് ബ്ലാസ്റ്റായി. ഞാൻ ബ്ലാസ്റ്റായി ഗൈസ്. അപ്പോൾ നമുക്ക് ലീവ് ചെയ്യാം, ലീവ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ പോലെ ഞാൻ നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നമുക്ക് സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സ് എടുത്തിട്ട് അക്കൗണ്ട് എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങളവിടെ നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ അതൊന്നും കാണിക്കുന്നില്ല, സ്കിപ്പ് ചെയ്യുകയാണ്. ആൻഡ് ഇനി ഇവൻ്റ് എടുക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ ലൂട്ട് ടു എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞ ഇവൻ്റ് മോഡ് എടുക്കുക. ആ ഒരു മോഡിൽ നമുക്ക് ഗെയിം കളിക്കാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ, സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ നമുക്ക് ന്യൂബ് ടോക്കൺസ് കിട്ടും. നമ്മളെടുക്കുന്ന കില്ലുകളിലെല്ലാം ഓരോ കില്ലും നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു കില്ലിലെല്ലാം നമുക്ക് ന്യൂബ് ടോക്കൺസ് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഗൈസ്, നമ്മൾ മാത്രമല്ല, വേറൊരാളെടുത്ത കില്ലിലാണെങ്കിലും നമുക്ക് അവിടെ പോയി ആ ഒരു ന്യൂബ് ടോക്കൺസ് അടിച്ച് മാറ്റാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഗെയിമിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. ഈ ഒരു ഗണ്ണ് ഞാൻ എടുക്കാം. ഓക്കെ, ഇനി ബുള്ളറ്റ് കൂടെ വേണമല്ലോ. ബുള്ളറ്റ്. ഓക്കെ, അത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗോ ടു സേഫ് ഏരിയ ആണ്, നമുക്ക് സേഫ് ഏരിയയിലേക്ക് പോവാം. ഓക്കെ, സേഫിലാണ്. ഇവിടെ ഒരുത്തനുണ്ടല്ലോ. ഈ ബുള്ളറ്റ് എടുക്കട്ടെ. ആക്ച്വലി രസമാണ് ഗൈസ്, നമ്മളൊന്ന് കളിക്കുമ്പോൾ നമുക്ക് ടീമായിട്ടൊക്കെ കളിക്കാം കേട്ടോ. നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കളിക്കുകയാണെങ്കിൽ PUBG ഒക്കെ കളിക്കുന്ന പോലെ തന്നെ രസം തന്നെയാണ് നമുക്കിത് കളിക്കാൻ. ആൻഡ് കുറച്ച് നാളത്തേക്കേ ഉള്ളൂ, അതാണ്. അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ഇവൻറ്റ് തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എയർ ഡ്രോപ്പും കിട്ടും. ആൻഡ് ഓൾസോ ഹാവ് ഫൺ. ഗെയിമിനുള്ളിലൊന്നുമില്ല, നമുക്ക് ഉള്ളിലേക്കും പോകാം കേട്ടോ. ഇവിടെങ്ങും ആരുമില്ലേ? അപ്പം നമ്മൾ ലാസ്റ്റ് വരെ ആ ഒരു സോണിനുള്ളിൽ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വിൻ ചെയ്യാൻ സാധിക്കും. സോ വിന്നിലുപരി എത്രത്തോളം ന്യൂബ് ടോക്കൺസ് എടുക്കാവോ അത്രത്തോളം ന്യൂബ് ടോക്കൺസ് എടുക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ എയർ ഡ്രോപ്പ്. ഇവിടെ ന്യൂബ് ടോക്കൺ കിടക്കുന്നുണ്ട്. ഇത് ആരോ കില്ല് ചെയ്തതാണ്. സോ നമ്മളവിടെ നിന്ന് നൈസായിട്ട് അടിച്ച് മാറ്റുകയാണ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ കില്ല് ചെയ്താലും, നമ്മൾ ഏതെങ്കിലും ഒരു എനിമീനെ നമ്മൾ കില്ല് ചെയ്താലും അതിൽ നിന്നും നമുക്ക് ന്യൂബ് ടോക്കൺസ് കിട്ടും. ഓക്കെ, സ്റ്റിൽ ഞാൻ സേഫ് സോണിൽ തന്നെയാണ്. ഞാൻ എന്തിനാണ് മാപ്പ് നോക്കിയെന്ന് വെച്ചാൽ സേഫ് സോണിൽ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം മാപ്പ് നോക്കി നമുക്കറിയാവുന്നതാണ്. ഇതാ ഇവിടെ ഒരു ന്യൂബ് ടോക്കൺ ഉണ്ട് കണ്ടോ, 1 2. ഇപ്പോൾ മാക്സിമം എല്ലാ ന്യൂബ് ടോക്കൺസും നമ്മളിങ്ങനെ എടുക്കുക, ഇത്ര തന്നെ. അതെവിടെ നമ്മുടെ ഉണ്ട്, ഇവിടെ വെക്കാം. നിൽക്കടാ മോനെ. ഇവിടെ ഉണ്ടോ? നില്ല് ഞാനൊന്ന് വെടിവെക്കട്ടെ. ഗൈസ്, അവൻ ഓടുന്നുണ്ടോ? അപ്പോൾ നമ്മൾ അവൻ്റെ പുറകെ പോയി പിടിച്ച് വെടിവെച്ച് കൊല്ലും. ഓക്കെ, അവൻ ഓടുവാണ്. വേറത്തെ നോക്കി എന്നെ വെടിവെക്കാം. ഇവരാരും പിടി തരത്തില്ല, ന്യൂബ് ടോക്കൺസ് കിട്ടാൻ സമ്മതിക്കത്തില്ല. ചേടാ, അവൻ ചാത്ത്. ഗൈസ്, നമുക്ക് സേഫ് സോണിലേക്ക് പോകണം. ഓക്കെ, ഓട്. അയ്യോ മോനെ, ഓടറാ, പെട്ടെന്നോട്. ഓക്കെ, ഓക്കെ, നമ്മൾ സേഫ് സോണിനുള്ളിലേക്ക് പോവാണ്. കുഴപ്പമില്ല. ഇതേ പിന്നെ ഉള്ളിലേക്ക് പോട്ടെ. ഓക്കെ, നമുക്ക് ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ന്യൂബ് ടോക്കൺസ് എടുക്കണം. ഓക്കെ, എടുത്തിട്ടുണ്ട്. അവിടെ ന്യൂബ് ടോക്കൺ കിട്ടി. ഈശ്വരാവൻ, ഞാനൊന്ന് എടുത്തോട്ടെ ന്യൂബ് ടോക്കൺ. എന്നിട്ട് നമുക്ക് വെടി വെച്ചാൽ പോരേ. പ്ലാസ്റ്റായി ഗൈസ്. ഓ മൈ ഗോഡ്, എൻ്റെ ന്യൂബ് ടോക്കൺ എടുത്തില്ല. സാരമില്ല. ഓക്കെ, അപ്പം നമുക്ക് ലീവ് ചെയ്യാം.
ലീവ് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഗെയിം എന്ന് പറയുന്നത്. രസമാണ് നമ്മൾ കളിക്കുമ്പോഴത്തേക്കും, ഫ്രണ്ട്സൊക്കെ ആയിട്ട് കളിക്കുമ്പോഴത്തേക്കും കൂടുതൽ ഫണ്ണാണ്. അപ്പം നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ട് എത്രത്തോളം ന്യൂ ടോക്കൺസ് എടുക്കുക അത്രത്തോളം എടുക്കുക. അതാണ് എൻ്റെ ന്യൂ ടോക്കൺ ഇവിടെ 4 ആണ്, ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം തന്നെ കളക്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ അതേപോലെ തന്നെ ക്ലെയിം ഡീറ്റെയിൽസും നമ്മുടെ ഗെയിമിൻ്റെ മറ്റ് അപ്ഡേറ്റ്സുകളും എല്ലാം തന്നെ നമ്മുടെ ട്വിറ്റർ ചാനലും ടെലിഗ്രാം ചാനലും ആയിരിക്കും നമ്മൾ ഇടുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങളതൊന്നും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കയറി ജോയിൻ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റുകൾ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ. ബൈ ഗൈസ്.